നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്ന തലക്കെട്ടുകൾ. ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി PV അൻവർ. മന്ത്രിമാരുടെ അടക്കം കോൾ ചോർത്താൻ ADGP അജിത് കുമാറിന് അസിസ്റ്റൻസ്. അജിത് കുമാർ കൊടും കുറ്റവാളിയെന്നും ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും MLA. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടിയാ പറയുന്നത്. വാദിയും പ്രതിയും നിങ്ങളെ മുമ്പിൽ വരും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പരാജയം. ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് P ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. SP സുജിത് ദാസുമായുള്ള പുതിയ ഫോൺ സംഭാഷണം പുറത്തുവിട്ടു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ആയുധമാക്കി പ്രതിപക്ഷം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് VD സതീശൻ. ആരോപണങ്ങൾ ഗുരുതരമെന്ന് മുസ്ലിം ലീഗ്. വെളിപ്പെടുത്തൽ പരിശോധിക്കുമെന്ന് TP രാമകൃഷ്ണൻ. വാസ്തവമാണെങ്കിൽ അത് ഗൗരവമുള്ളതെന്ന് ബിനോയ് വിശ്വം. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് MT രമേശ്. സിമി റോസ്ബൽ ജോണിന്റെ ന്യൂസ് 18 വെളിപ്പെടുത്തലിനെ തള്ളി K സുധാകരൻ. സിമിക്കെതിരായ പരാതിയിൽ അന്വേഷണത്തിന് സമിതി. ആരോപണങ്ങൾ തള്ളി പ്രതിപക്ഷ നേതാവും. പാർട്ടിയിലെ സ്ത്രീകളെയാണ് സിമി അപമാനിച്ചതെന്ന് സതീശൻ. കോൺഗ്രസിൽ ഗ്രൂപ്പ് മാത്രമല്ല പവർ ഗ്രൂപ്പുമുണ്ടെന്ന് പത്മജ വേണുഗോപാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യമായി പ്രതികരിച്ച മമ്മൂട്ടി. ആരോപണങ്ങളിൽ അന്വേഷണം നടക്കട്ടെ. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഇല്ല എന്നും താരം. സിദ്ദിഖിനെതിരെയുള്ള ബലാത്സംഗ കേസിൽ തെളിവെടുപ്പ് നടത്തി പോലീസ്. ലൈംഗിക പീഡനാരോപണങ്ങൾ വ്യാജമെന്ന് ജയസൂര്യ. മുകേഷ് MLA സ്ഥാനം രാജിവെക്കില്ലെന്ന് TP രാമകൃഷ്ണൻ. രാജി ആവശ്യപ്പെട്ടുള്ള UDF പ്രതിഷേധത്തെ വിമർശിച്ച തോമസ് ഐസക്. മുകേഷിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കാരണമായത് ഒരു നടിയുടെ പോരാട്ടമെന്ന് MA ബേബി. പാർട്ടി നടപടിയിൽ കരുതലോടെ നീങ്ങാൻ EP ജയരാജൻ. സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ആലോചന. അവധിക്ക് അപേക്ഷ നൽകാൻ സാധ്യത. CPM സംഘടനാ സമ്മേളനങ്ങൾക്ക് തുടക്കം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് വിശദമായി. ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി PV അൻവർ MLA. മന്ത്രിമാർ ഉൾപ്പെടെ ഉന്നതരുടെ ഫോൺ കോൾ ചോർത്താൻ അജിത് കുമാറിന് കീഴിൽ ഒരു അസിസ്റ്റന്റിനെ വെച്ചിട്ടുണ്ട് എന്ന ആരോപണമാണ് അൻവർ ഉന്നയിച്ചത്. ADGP MR അജിത് കുമാർ കൊടും കുറ്റവാളിയാണെന്നും ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും ആരോപിച്ചു അൻവർ. ADGP സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ADGPയുടെ മാതൃക ദാവൂദ് ഇബ്രാഹിമാണ്. മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാതെ ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ് അജിത് കുമാർ അടങ്ങുന്നവരെന്നും അൻവർ തുറന്നടിച്ചു. ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് MR അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി സൂചിപ്പിക്കുന്നത്. MR അജിത് കുമാർ അങ്ങ് പറയാണ് ക്രൈംബ്രാഞ്ചിനോട്, നിങ്ങൾ അങ്ങനെ കൊടുത്തേക്ക്. കേരളീയ സമൂഹത്തിൽ വാക്കിന് വിലയില്ലാത്തവനായി ഞാൻ അല്ലേ? ഒരു തെളിവും കിട്ടിയില്ല എന്നാണ് നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നത്. തെളിവുണ്ട്. ഞാനിപ്പോൾ ആ യുദ്ധത്തിലല്ല. അപ്പോൾ ഒരു MLA നിയമസഭയിൽ ഉന്നയിച്ച അടിസ്ഥാനപരമായ ഒരു വിഷയം കോടതി പോലീസിന്റെ നിലപാട് എന്താന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയാണ് MLA അതിലൊരു അടിസ്ഥാനമില്ല. ഈ പോലീസാണോ നീതി നടത്തുന്ന MR അജിത് കുമാറാണോ ഈ ഗവൺമെന്റിനെ സഹായിക്കുന്നത്? അങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ എനിക്ക് കഴിയില്ല. അപ്പോ ഇവിടെ വരുന്ന വിഷയങ്ങൾ ഞാനിതിലേക്ക് കടക്കാം. സത്യത്തില് ഈ പറയുന്ന ഞാൻ ഇന്നലെ ഏതൊരു പത്രത്തില് നൊട്ടോറിയസ് ക്രിമിനലാണ് ADGP അജിത് കുമാർ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് MLA ഇങ്ങനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റം അല്ലേ? നിങ്ങളൊക്കെ ഞെട്ടും, കേരളം ഞെട്ടും. നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ കേട്ടപ്പോൾ. ഉത്തരവാദിത്വം നിറവേറ്റാത്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പരാജയമാണെന്നും
ജില്ലയിലെ പല പ്രശ്നങ്ങൾ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നും അൻവർ ആരോപിച്ചു. നിങ്ങൾക്കറിയാലോ, മുഖ്യമന്ത്രിക്ക് 29 വകുപ്പുകളുണ്ട്. ഒരാൾക്ക് 29 വകുപ്പുകൾ, 4 ചായപ്പീടി കൈകാര്യം കഴിയും ഒരു വ്യക്തിക്ക്. ആ 29 വകുപ്പുകളിലെ ഓരോരുത്തരും ഓരോ തലവന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തലവന്മാരുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരെയാണ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്. പള്ളിയുടെയും അമ്പലത്തിന്റെയും അകത്ത് കിണറുണ്ടെങ്കിൽ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന അവിടെ പൊട്ടക്കിണറുണ്ടെന്ന് ആലോചിക്കൂ, ആരും വീഴൂലേ? അപ്പൊ പള്ളിക്കകത്ത് അമ്പലത്തിനകത്ത് കിണർ കുത്തി വെച്ചിരിക്കുന്നു വിശ്വസ്തർ. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് പി ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം അടക്കം അങ്ങനെ എത്ര സംഭവങ്ങൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയമാണിത്. മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്നതല്ലേ അരീക്കോട് സംഭവത്തിൽ? മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം ഈ പറയുന്ന ഈ മരത്തിന്റെ കളവിന് കൂട്ടുനിന്ന കള്ളന് കഞ്ഞി വെച്ച് കൊടുത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിധരൻ ചെയ്തത്. ഇതിന് വലിയ ധിക്കാരെന്താ? ആർക്കതിന് ഉത്തരവാദിത്വം? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? അവിടെയാണ് എന്റെ പ്രശ്നം. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി പറയാൻ പറ്റില്ലോ. ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിലെ കാര്യമല്ല, ഈ ജില്ലയിൽ പൊളിറ്റിക്കലായിട്ട് ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ, പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ. മലപ്പുറം മുൻ SP സുജിത് ദാസുമായുള്ള പുതിയ ഫോൺ സംഭാഷണവും അൻവർ പുറത്തുവിട്ടു. താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭാഷണമാണ് പുറത്തുവിട്ടത്. ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു വിർലൻ സ്വഭാവം ഉണ്ടല്ലോ, അതാന്ന് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. പക്ഷെ ഉള്ളിൽ പോയ കാര്യം കൂടെയുള്ളവരും കണ്ടില്ല. അപ്പൊ ഇവരാരോടും പറഞ്ഞുമില്ല. അപ്പം ഇവര് ഒരു ഇങ്ങനെ ഇതേ അവസ്ഥയിൽ ഒരു 4 മണിക്കൂർ അവര് സ്റ്റേഷനിലിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യ ബോധത്തിൽ ഇവൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന് അപ്പൊ അത് അറിഞ്ഞില്ല. ഇവൻ കൂടെയുള്ളവരോടും പറഞ്ഞിട്ടില്ല അകത്ത് ഈ സാധനം പോയിട്ടുണ്ടെന്ന്. പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് അവർ കൊണ്ടുവന്നത്. അപ്പം വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു. അപ്പൊ നമ്മുടെ നല്ല കാലമോ കഷ്ടകാലോ എന്തായാലും നമ്മൾ സെൽഫിഷായി മാറുന്നൊന്നുമില്ല. ഞങ്ങൾ ആ സമയത്ത് ടോമിൻ തച്ചങ്കരി സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു എവിടെ, തിരുവനന്തപുരത്ത്. അപ്പൊ ഞാനും എന്റെ ഒരു ഷഹൻഷാ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുകാരൻ പയ്യനുണ്ട്, അവൻ 21 ബാച്ചാ. അവൻ താനൂർ SHO ആയിട്ട് ഞാൻ ചാർജ് കൊടുത്തിരിക്കുക. അപ്പൊ അവന് അവിടെ ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് കേസിൽ പ്രതിയായി പോയനെ. അപ്പൊ എന്തോ അവന്റെ വാപ്പ ഉമ്മയൊക്കെ ചെയ്ത പുണ്യം ആയിരിക്കാം. അവനും അന്ന് ആ തച്ചങ്കരി സാറിന്റെ ഫംഗ്ഷന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ തലശ്ശേരി ASP ആയി. ജനുവരി 1 SP ആവും. കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പോലീസുകാരൊക്കെ സ്ഥിതി എന്താണ് യഥാർത്ഥത്തില്? ഹലോ, പോലീസുകാര് ബുക്ക് ചെയ്ത കേസിൽപ്പെട്ട ഹലോ അവർക്കെല്ലാം ജാമ്യം കിട്ടി. അല്ല, എന്താണ് ചാർജ് ഷീറ്റിൽ അവര് സിറ്റുവേഷൻ എന്താണ്? ചാർജ് ഷീറ്റ് ആയിട്ടില്ല, അവരിപ്പോഴും അന്വേഷണത്തിൽ തന്നെയാണ്. ഞാൻ വീണ്ടും ഒരു സഹോദര സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ MLA ചോദിക്കുകയാണ്. ഞാൻ എന്റെ ഒരു 5 മിനിറ്റ് ഒന്ന് കേൾക്കണം. എന്റെ മാനസികാവസ്ഥ എങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പൊ അനിൽ മാഷിന് ഫുൾ ഇൻ ആൻഡ് ഔട്ട് അറിയുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻസിന്റെ ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ August 1 തൊട്ടിട്ട് ഞാൻ മറ്റൊരു മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുക കസ്റ്റഡിയുടെ കാരണം. അപ്പം ഞാൻ ആകെ ഒരു തകർന്ന് തരിപ്പണമായി നിന്ന് എനിക്ക് ആ ജില്ലയിലോട്ട് ഇപ്പൊ വണ്ടി കൊണ്ട് പാസ് ചെയ്യാൻ പോലും പേടിയാ. എന്റെ മെന്റൽ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ. ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോലും എനിക്ക് ഞാൻ ഇല്ല എന്ന് പറയുന്നത് എനിക്കൊന്നും തോന്നരുത്. കാരണം എനിക്ക് ഒരു മനസ്സിനുള്ളിൽ ഒരു ഭയം, എന്റെ 1.5 വയസ്സുള്ള കൊച്ചിനെ പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പം ആ ജില്ലയിലേക്ക് ഒന്ന് മനസ്സുകൊണ്ട് പോലും, ആരെയും ഭയന്നിട്ടൊന്നുമല്ല, മനസ്സുകൊണ്ട് ഞാൻ തയ്യാറല്ല. അത്രയ്ക്കും എനിക്കൊരു ഡിസ്റ്റർബൻസ് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ടോട്ടലി നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ ഞാൻ അത്രയും മാറി നിന്ന് ഒരു 8 മാസം കഴിയുമ്പോഴും ഇപ്പൊ ഒരു 9-10 മാസമായി അവിടെ പോകുന്നുണ്ട്. വീണ്ടും ശരിയോ തെറ്റോ നന്മയോ തിന്മയോ അല്ല.
ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല, ലിറ്ററലി പറഞ്ഞ. അതിനകത്ത് മറ്റു വികാരങ്ങളല്ല, എനിക്ക് എത്രത്തോളം എന്നെല്ലാം മനസ്സിലാക്കുന്ന എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ്. ഇന്ന് ഞാൻ ശരിക്കും ഒരു ജോലിയും എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് എന്റെ ഒരു പ്രശ്നം. ഇപ്പം മറ്റൊരു ഒരു കുറ്റവാളിയായ ഒരു പോലീസുകാരൻ കൊടുക്കുന്ന പരാതിയെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ അത് MLA പോലെ ഒരു വലിയൊരാള് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. അത് എന്റെ ചിന്തകളുടെ പ്രശ്നങ്ങളും എന്റെ മാനസികാവസ്ഥയുടെ പ്രശ്നങ്ങളാണ്. അപ്പം MLA അതിന് നമ്മളൊരു 25-30 വർഷമെങ്കിലും എന്നെ പോലെയുള്ളവനെ DIG IG ആയിട്ടൊക്കെ സഹിച്ചേ പറ്റും നിങ്ങളുടെ കീഴില്. അപ്പം ആ ഒരു ബന്ധത്തിന്റെ പേരിലെങ്കിലും MLA എനിക്ക് വേണ്ടി, എനിക്കറിയാം ശശിയോട് ഒരു ദേഷ്യം നിങ്ങളുടെ ഒരു MLA എന്നുള്ള ഒരു രീതിയിൽ, ആദ്യത്തെ അനുഭവം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടാവാം. അത് എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, പക്ഷെ എന്നെ ഒന്ന് ഒഴിവാക്കണം. കാരണം ഞാനൊന്ന് മാനസികമായിട്ടൊന്ന് സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്നുള്ള ഒരൊറ്റ സാധനമാണ് അത് എന്ന് ഞാൻ MLAയോട് ഒരു കടപ്പാടുണ്ട്. അതായത് ഇപ്പൊ ഇന്നലെ എന്നോട് MRന്റെ മുഴുവൻ ബന്ധങ്ങളും ബിസിനസ്സുകാരായിട്ടാണ്, ഫുൾ ഫ്രണ്ട്സ് ബിസിനസ്സുകാരാണ്. അതറിയില്ല നിങ്ങൾ കുറെ കാലം അദ്ദേഹത്തിന് കീഴിൽ നിന്നല്ലേ? അദ്ദേഹത്തിന് തൃശ്ശൂർ റൂറൽ ഭാര്യ വീട്ടുണ്ട്, അവിടെ കുറെ ബിസിനസ് പരിപാടികളൊക്കെ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പലരും തമിഴ്നാട്ടിൽ ബിസിനസ് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഗവൺമെന്റിന് എത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായ ഈ നാട്ടിൽ ഇത്രയും വർഗീയ വിദ്വേഷം കത്തിപ്പലിച്ച് അവന്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിയാൽ പിന്നെ എങ്ങനെയാ ഈ കാര്യങ്ങൾ നടക്കുക? അതിപ്പോ ഇങ്ങനെ ന്യൂസ് നിങ്ങൾ കേട്ടിട്ടില്ല? അല്ല, ഇയാൾ ഈ കാശ് മേടിച്ചാലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് പോയ മാനസികാവസ്ഥയിൽ ഞാൻ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പിലല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ആ ATS ഞാൻ അങ്ങ് ഒതുങ്ങി കൂടി. നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കും, നിങ്ങൾ ആളുകളുണ്ടല്ലോ ഇഷ്ടംപോലെ. മനസ്സിലാവും. ഞാൻ ഈ കഴിഞ്ഞ 8-9 മാസത്തിൽ ആന്റി ടെററിസ്റ്റ് സ്കൂളിൽ ബേസിക് കാര്യങ്ങൾ ചെയ്തിരിക്കുകയെന്നല്ലാതെ കുറച്ച് ആവശ്യങ്ങൾ പിടിച്ചെന്നല്ലാതെ ഞാൻ ഈ യുവമാർ എന്തൊക്കെ കാണിക്കുകയോ സംസാരിക്കുകയോ ഒരു പോയിട്ടില്ല. ഇതിപ്പം യുവമാരായിട്ട് സജസ്റ്റ് ചെയ്തിട്ടല്ല എന്നോട്. ഈ MR അജിത് കുമാർ ആളല്ലേ ഇപ്പം ഈ ശശിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതെ, ഒറ്റൊരാളേ ഉള്ളൂ, MR അജിത് കുമാർ. ദാറ്റ്സ് ദ ഓൺലി പേഴ്സൺ. അപ്പം പുള്ളിയുടെ ഇൻട്രസ്റ്റ് എന്താ? ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങള്. പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ ഈ ബിസിനസ് സർക്കിളിൽ പെട്ട ആളുകളാണ്. ഇയാള് പണ്ട് പാലക്കാട് SP ആയിരുന്ന സമയത്ത് ഇയാൾ SI ആയിരുന്നു. ഇയാള് ബാക്കിയുള്ളവരുടെ രീതി ന്യായം പറഞ്ഞാൽ MR അജികുമാർ ഒരു സ്ഥാനം പിടിച്ചു പറഞ്ഞാൽ എന്തും ചെയ്യും. അത് തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. അടിമക്കളാണ്. അതുകൊണ്ടാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഒറ്റ കയറിയിരിക്കുന്നത്. ഇയാൾ പണ്ട് തൃശ്ശൂർ റേഞ്ച് IG ആയിരുന്നു 3-4 വർഷം. അന്ന് അപ്പം ആ ബന്ധങ്ങൾ മലപ്പുറത്തുണ്ട്. അപ്പൊ മലപ്പുറത്തിന്റെ എല്ലാ കൊട്ടേഷൻസും ശശി ഇരിക്കുന്നതുകൊണ്ട് ശശി ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. ശശി നീതി ന്യായവും മറ്റതൊക്കെ പറഞ്ഞാൽ MR ഒരു സാധനം പിടിച്ചാൽ പിന്നെ ആ ഏരിയയിലോട്ട് പോകത്തില്ല. അപ്പൊ മലപ്പുറത്തെ എല്ലാ കൊട്ടേഷനും നടന്നു പോകും. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ നീതിയൊന്നുമില്ല. അപ്പൊ SP അറിയാലോ MR അജിത് കുമാർ എങ്ങനെയാന്നുള്ളത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന്റെ ലൈൻ ഓഫ് ഓപ്പറേഷൻ എന്താന്നുള്ളത്. ഭയങ്കര ക്രൂരനായ മനുഷ്യനാണ് കേട്ടോ. എനിക്ക് പേര് വിജയൻ സാർ നശിപ്പിച്ചു വെച്ചത് അയാളെടുത്തിന്. അതുകൊണ്ട് നമുക്ക് പേര് കേൾക്കുമ്പോൾ സാറാണ് മുഖ്യമന്ത്രിയല്ലേ ഉദ്ദേശിച്ചത്? ഒരു തർക്കമില്ല. അദ്ദേഹത്തെ മാത്രമല്ല, P. വിജയനെ സസ്പെൻഡ് ചെയ്തിട്ട് നശിപ്പിച്ച് വെച്ചേക്കണം മുഴുവൻ ഇയാളൊരുത്തനാ. ഈ ഗവൺമെന്റിന് എത്രയും വലിയ തലവേദന മുഴുവൻ ഉണ്ടായത് ഈ പോലീസിൽ മുഴുവൻ കാരണക്കാരൻ ഈ അജിത് കുമാർ എന്നല്ലേ. അദ്ദേഹം മര്യാദക്ക് കൊണ്ടുനടന്നിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. താൻ കൊല്ലപ്പെട്ടേക്കാമെന്നും എന്നാൽ തെളിവുകളെല്ലാം രേഖപ്പെടുത്തുമെന്നും അൻവർ പറയുകയുണ്ടായി വാർത്താ സമ്മേളനത്തിൽ. ഇനി മറ്റു വാർത്തകളിലേക്ക് പോയാൽ, ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ പിണറായി വിജയൻ യോഗ്യനല്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോപണം നേരിടുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യണം. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ CBI അന്വേഷണം വേണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഈ ആരോപണം അത് ശരിവെക്കുന്നതാണ് അൻവറിന്റെ വാക്കുകൾ. PV അൻവറിനെ ഭയന്നാണ് CPM നടപടിയെടുക്കാത്തതെന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് ഇത്രമാത്രം അധപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ആരോപണം വന്നു. ഇപ്പൊ വീണ്ടും സ്വർണ്ണക്കടത്ത്, കൊലപാതകം, BJPയുമായിട്ടുള്ള ബാന്ധവം, തൃശൂർ പൂരം കലക്കല് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നേരെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാണ്. പണ്ട് പോകണ്ടായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം വന്നപ്പോ അന്ന് കേന്ദ്ര ഏജൻസികൾ സഹായിച്ച് രക്ഷപ്പെട്ട, BJPയുടെ സഹായത്തോടുകൂടി രക്ഷപ്പെട്ട. ഇനി ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. ഇന്ന് തന്നെ
ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും സസ്പെൻഡ് ചെയ്യണം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇത് ഒരു MLA ആണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, പുറത്താക്കണം. മുഖ്യമന്ത്രി തന്നെ രാജിവെച്ച് പോകണം. അപ്പൊ പിന്നെ ഇതൊന്നും പുറത്താക്കേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രി തന്നെ രാജിവെച്ച് പോകണം. ഒരു നിമിഷം ഇരിക്കാൻ പറ്റില്ല. അത്രയും ഗൌരവമുള്ള ആരോപണമാണ്. കേരളം നടുങ്ങുകയാണ്. ഒരു MLA വന്നിത് പറയുമ്പോൾ, CPM MLA വന്നിത് പറയുമ്പോൾ കേരളം നടുങ്ങുകയാണ്. എന്താ നടക്കുന്ന കേരളത്തിൽ? അൻവറിന്റെ ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് മുസ്ലിം ലീഗ്. സർക്കാരിന്റെ വിശ്വാസ്യതയെ പിടിച്ചുലയ്ക്കുന്ന ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. വിഷയം UDF നാളെ ചർച്ച ചെയ്യുമെന്നും ലീഗ് നേതാക്കൾ അറിയിച്ചു. സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ അങ്ങേയറ്റം പിടിച്ച് ഒലക്കുന്ന വാചകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസ്യതയെ പിടിച്ചുലക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ വളരെ ഗുരുതരമാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കും, ചർച്ച ചെയ്യും എന്ന് പറയാനുള്ള കാരണം DGPക്കെതിരെ പറഞ്ഞു, പൊളിറ്റിക്കലായിട്ട് പറഞ്ഞു, അതുപോലെ തന്നെ ഗവൺമെന്റിനെതിരെ തന്നെ പറഞ്ഞു, ഗവൺമെന്റിന്റെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. PV അൻവറിന്റെ വെളിപ്പെടുത്തൽ പരിശോധിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ADGP P ശശി എന്നിവർക്കെതിരായ വെളിപ്പെടുത്തലുകൾ പരിശോധിക്കും. അതിൽ വസ്തുതയുണ്ടോ എന്ന് നോക്കിയാകും തുടർ നടപടി. അൻവർ പാർട്ടിയുമായി കൂടിയാലോചിച്ചല്ല കാര്യങ്ങൾ പറയുന്നത്. തെളിവുകളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അല്ല, ഈ അൻവർ പറഞ്ഞ പ്രശ്നം എന്താണെന്നുള്ളത് അറിയില്ല. അത് അന്വേഷിക്കാം. എന്താണ് അൻവറിന്റെ അഭിപ്രായം, നിലപാട് എന്നുള്ള പ്രശ്നങ്ങൾ നമ്മൾ അന്വേഷിക്കാതെ ആ കാര്യത്തോട് നിലപാട് പറയാൻ പറ്റില്ല. കഴിയുന്നതും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഒറ്റതിരിഞ്ഞ് അയാളൊരു സ്വതന്ത്ര നിലപാടെടുക്കുന്ന ആളാണ് അൻവർ. അദ്ദേഹം സ്വതന്ത്രനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ച് ജയിച്ചു വന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ CPMമായിട്ട് യോജിച്ചു പോകുന്ന കാര്യത്തിലൊന്നും അദ്ദേഹം വിസമ്മതം പ്രകടിപ്പിക്കാറില്ല. അപ്പൊ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്നുള്ളതിന്റെ പൂർണ്ണ വിവരം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിക്കാം. അപ്പൊ ഞാൻ CPIMന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി. അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം വന്ന സമയത്ത് സാധാരണ നിലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടിയാലോചിക്കാറുണ്ട്. ഇതിലെന്താണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വിവരം, എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അദ്ദേഹമായിട്ട് അന്വേഷിക്കാം. അന്വേഷിച്ചതിന് ശേഷം ഈ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തമായ നിലപാട് പറയേണ്ടതുണ്ടെങ്കിൽ ഞാൻ പറയാനും സന്നദ്ധമാണ്. PV അൻവർ പറഞ്ഞത് വസ്തുതയാണെങ്കിൽ അത് ഗൌരവമുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അതിനെപ്പറ്റി അന്വേഷിക്കാനും നടപടിയെടുക്കാനും കെൽപ്പുള്ള പാർട്ടിയാണ് CPM എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കേട്ട കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുതയാണെങ്കിൽ അത് ഗൌരവമുള്ളതാണ്. വസ്തുതയാണെങ്കിൽ അതിന്റെ ഗൌരവം ഉൾക്കൊള്ളാൻ കെൽപ്പുള്ള പാർട്ടിയാണ് CPM. അപ്പം CPMലെ ഒരു MLA പറയുന്ന ഈ ആരോപണത്തെപ്പറ്റി ആ പാർട്ടിക്ക് അന്വേഷിക്കാനും ആവശ്യമെങ്കിൽ അടുത്ത നടപടി സ്വീകരിക്കാനും എല്ലാമുള്ള രാഷ്ട്രീയ ബോധവും പക്വതയും ഉണ്ടെന്നും സഹോദര പാർട്ടിയായ CPIക്ക് ഉറപ്പുണ്ട്. PV അൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് BJP നേതാവ് MT രമേശ്. സ്വർണ്ണക്കടത്ത്, കൊലപാതക ആരോപണങ്ങൾ എന്നിവ ഗുരുതരമാണെന്നും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. ഫോൺ ചോർത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് വ്യക്തമാക്കണമെന്നും MT രമേശ് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രീ P ശശിക്കും സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGPക്കുമെതിരായിട്ടാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ PV അൻവർ പറഞ്ഞിട്ടുള്ളത്. ഫലത്തിൽ അതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടുള്ള ആരോപണങ്ങളാണ്. അതുകൊണ്ട് PV അൻവർ വെളിപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കാൻ, മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും ചേർന്നുകൊണ്ടുള്ള ഒരു ക്രിമിനൽ സംഘം സംസ്ഥാനത്തെ എല്ലാ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അത് ഫലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടുള്ള, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണമാണ്. കാരണം ആരോപണ വിധേയരായിട്ടുള്ള രണ്ട് വ്യക്തികളും മുഖ്യമന്ത്രിയുമായി ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ആയാലും ADGP ആയാലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ്. ആ വിശ്വസ്തരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള ആരോപണം ഫലത്തിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും എതിരായിട്ടുള്ള ആരോപണമാണ്. അത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. കേരളത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരെ ഇവർ ചേർന്നുകൊണ്ട് സംരക്ഷിക്കുന്നു.
അവർ തന്നെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ചു കഴിഞ്ഞാൽ കള്ളക്കടത്തിൽ പിടിക്കപ്പെട്ട സ്വർണം ഇവർ പങ്കുവെക്കുന്നു. കള്ളക്കടത്ത് കേസ്, നേരത്തെയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ അപായപ്പെടുത്താൻ വേണ്ടി ഇവർ ശ്രമിച്ചു. ചില ആളുകളെ, സാക്ഷികളെ അപായപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിമാരുടെ ഫോൺ കോൾ ADGP ചോർത്തുന്നു. ഇങ്ങനെയെല്ലാമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. PV അൻവർ ഒരു സാധാരണ MLA അല്ല. CPM-നകത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള സ്വാധീനമുള്ള ഒരു MLA ആണ്. CPM-ന്റെ മറ്റൊരു MLA-മാർക്കും ഇല്ലാത്ത ഒരുപാട് പ്രിവിലേജുകളുള്ള MLA ആണ് PV അൻവർ. അതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം സ്വൈര്യവിഹാരം നടത്തുന്നത്. PV അൻവറിന്റെ വിവാദ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം ചേരുകയാണ്. ഓൺലൈനായി യോഗം ചേരുന്നു. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. ADGP MR അജിത് കുമാറും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡാൻ കുര്യൻ നൽകുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെയും ഗുരുതരമായ വിമർശനങ്ങൾ PV അൻവർ MLA-യുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടും ഔദ്യോഗികമായ പ്രതികരണങ്ങൾക്ക് ഒന്നും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ ക്രമസമാധാന ചുമതലയുള്ള ADGP-യോ ഇതുവരെ തയ്യാറായിട്ടില്ല. P ശശിയുമായി ഫോണിൽ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് പരസ്യമായ പ്രതികരണത്തിന് താൻ മുതിരുന്നില്ല. വിശദീകരണം പാർട്ടി നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും ആയിരിക്കും നൽകുക. അതിനപ്പുറത്തേക്ക് പരസ്യമായ പ്രതികരണങ്ങൾ നടത്തി കൂടുതൽ വിവാദത്തിനില്ല എന്നൊരു നിലപാടിലാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അതോടൊപ്പം ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവി വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങളിൽ പരസ്യ പ്രതികരണങ്ങൾക്ക് തയ്യാറായേക്കില്ല എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സംഭവങ്ങളുടെ നിജസ്ഥിതി അദ്ദേഹം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അതോടൊപ്പം PV അൻവർ MLA ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന് മറ്റ് ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്, ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അക്കാര്യങ്ങളെക്കുറിച്ച് ലഭ്യമായിരിക്കുന്ന സൂചനകൾ കൂടി മുഖ്യമന്ത്രിയെ ADGP ധരിപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. അതിനപ്പുറത്തേക്ക് പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിരേണ്ടതില്ല എന്നൊരു നിർദ്ദേശം കൂടി സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നത്. എന്തായാലും SP സുജിത് ദാസും PV അൻവർ MLA-യും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ഷേപങ്ങൾ അത് പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ തരത്തിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ SP സുജിത് ദാസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം IPS ഉദ്യോഗസ്ഥർ. പക്ഷേ സേനയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന അച്ചടക്കരാഹിത്യം ചൂണ്ടിക്കാണിക്കുകയാണ് സുജിത് ദാസ് ചെയ്തതെന്ന് മറുവിഭാഗം അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. എന്തായാലും ഉന്നത IPS ഉദ്യോഗസ്ഥർക്കിടയിൽ നിലനിൽക്കുന്ന ചേരിപ്പോരാണ് നിലവിൽ ഈ ഒരു വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നതെന്നാണ് പൊതുവെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം. അതോടൊപ്പം അടുത്ത വർഷം DGP പദവിയിലേക്ക് ഉയരുന്ന MR അജിത് കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കുന്നത് തടയാനായി ബോധപൂർവമായി നടത്തുന്ന ചില നീക്കങ്ങൾ കൂടി ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് പിന്നിൽ ഉണ്ട് എന്ന ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. PV അൻവറിന്റെ ആരോപണത്തിൽ മൗനം തുടർന്ന ADGP അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി മറുപടി മുഖ്യമന്ത്രിയെ അറിയിക്കാം എന്ന നിലപാടിലാണ് ഇരുവരും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും SP സുജിത് ദാസിനെതിരെ ഉള്ള തുടർ നീക്കങ്ങൾ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെയും ഗുരുതരമായ വിമർശനങ്ങൾ PV അൻവർ MLA-യുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടും ഔദ്യോഗികമായ പ്രതികരണങ്ങൾക്ക് ഒന്നും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ ക്രമസമാധാന ചുമതലയുള്ള ADGP-യോ ഇതുവരെ തയ്യാറായിട്ടില്ല. P ശശിയുമായി ഫോണിൽ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് പരസ്യമായ പ്രതികരണത്തിന് താൻ മുതിരുന്നില്ല. വിശദീകരണം പാർട്ടി നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും ആയിരിക്കും നൽകുക. അതിനപ്പുറത്തേക്ക് പരസ്യമായ പ്രതികരണങ്ങൾ നടത്തി കൂടുതൽ വിവാദത്തിനില്ല എന്നൊരു നിലപാടിലാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അതോടൊപ്പം ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവി വിളിച്ചു ചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങളിൽ പരസ്യ പ്രതികരണങ്ങൾക്ക് തയ്യാറായേക്കില്ല എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സംഭവങ്ങളുടെ നിജസ്ഥിതി അദ്ദേഹം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അതോടൊപ്പം
PV അൻവർ MLA ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന് മറ്റ് ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്, ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അക്കാര്യങ്ങളെക്കുറിച്ച് ലഭ്യമായിരിക്കുന്ന സൂചനകൾ കൂടി മുഖ്യമന്ത്രിയെ ADGP ധരിപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. അതിനപ്പുറത്തേക്ക് പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിരേണ്ടതില്ല എന്നൊരു നിർദ്ദേശം കൂടി സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നത്. എന്തായാലും SP സുജിത് ദാസും PV അൻവർ MLAയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ഷേപങ്ങൾ അത് പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ തരത്തിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ SP സുജിത് ദാസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം IPS ഉദ്യോഗസ്ഥർ. പക്ഷേ സേനയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന അച്ചടക്കരാഹിത്യം ചൂണ്ടിക്കാണിക്കുകയാണ് സുജിത് ദാസ് ചെയ്തതെന്ന് മറുവിഭാഗം അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. എന്തായാലും ഉന്നത IPS ഉദ്യോഗസ്ഥർക്കിടയിൽ നിലനിൽക്കുന്ന ചേരിപ്പോരാണ് നിലവിൽ ഈ ഒരു വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നതെന്നാണ് പൊതുവെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപം. അതോടൊപ്പം അടുത്ത വർഷം DGP പദവിയിലേക്ക് ഉയരുന്ന MR അജിത് കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കുന്നത് തടയാനായി ബോധപൂർവമായി നടത്തുന്ന ചില നീക്കങ്ങൾ കൂടി ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് പിന്നിൽ ഉണ്ട് എന്ന ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നിന്ന് കാണാതായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മാമിയുടെ തിരോധാനം CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കുടുംബം. കേരള പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. കേസിലെ ADGP MR അജിത് കുമാറിന്റെ ഇടപെടലുകളിൽ സംശയമുണ്ടെന്നും കുടുംബം പറഞ്ഞു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 22-നാണ് കോഴിക്കോട് നഗരത്തിൽ നിന്നും ആട്ടൂർ മുഹമ്മദ് എന്ന മാമിയെ കാണാതായത്. കോഴിക്കോട് നഗരമധ്യത്തിൽ നിന്നും ഒരു വർഷം മുമ്പ് കാണാതായ മാമി എന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരന്റെ വ്യവസായിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുവെന്ന് പോലീസ് ആവർത്തിക്കുമ്പോൾ അന്വേഷണം എങ്ങുമെത്തിയില്ല എന്ന് കുടുംബം പരാതി പറയുമ്പോഴാണ് PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഈ വെളിപ്പെടുത്തലുകളോടെ വലിയ ചർച്ചയായി അദ്ദേഹത്തിന്റെ തിരോധാനം മാറിയിരിക്കുകയാണ്. നമുക്കൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുണ്ട്. സഹോദരി ആദ്യം തന്നെ പറയും, ഈ PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലുകൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞെട്ടിക്കുന്നത് ആയിരിക്കും അല്ലെ? പലതരത്തിലുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും ഒരു തുമ്പ് പോലും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തീർച്ചയായിട്ടും ഈ അൻവർ MLAയുടെ വെളിപ്പെടുത്തൽ ഞങ്ങൾ കുടുംബത്തിനും നാട്ടുകാർക്കും ഒക്കെ തന്നെ ഭയങ്കര ഷോക്കിംഗാണ്. ഞങ്ങൾ ഞെട്ടലോട് കൂടിയിട്ടാണ് ഈ വാർത്ത കേട്ടത്. മാമിയെ പറ്റിയുള്ള പരാമർശം നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ പറ്റിയുള്ള MLAയുടെ പരാമർശം നമ്മൾ ആദ്യോടെയാണ് കേട്ടത്. കാരണം MLA സാറിന്റെ ADGP അജിത് കുമാർ സാറിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കപ്പെട്ട ഒരു ടീമാണ് മാമിയുടെ കേസ് ഇപ്പോഴും അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ വെളിപ്പെടുത്തലുകൾ നമുക്ക് ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ആണോ നടക്കുന്നത്? മാമിയുടെ കേസും ഈ രീതിയിലാണല്ലോ പോകുന്നതിലുള്ള ആശങ്കയായിരുന്നു. പക്ഷെ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഞങ്ങൾ ശരിക്കും ഭയങ്കരമായിട്ട് ഷോക്ക്ഡായി. അപ്പോൾ മാമിയെ പറ്റിയിട്ടുള്ള വെളിപ്പെടുത്തലുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തന്നെ ആരോപിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പുതിയ SIT-യിൽ നമുക്ക് വിശ്വാസം ഇല്ല എന്നുള്ളൊരു ഒരു അഭിപ്രായം നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ മുഴുവൻ പറഞ്ഞിരുന്നു. കമ്മീഷൻ ഓഫീസിലും ADGP DGP ഓഫീസുകളിലും കുടുംബം നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് നിവേദനം സമർപ്പിക്കുകയും മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേണ്ടി കൊണ്ട് ഉത്തരവിടുകയും ചെയ്ത ഒരു കേസ് വളരെ പെട്ടെന്ന് തന്നെയാണ് രണ്ടാമത്തെ ദിവസം തന്നെ SIT-യിലേക്ക് എന്ത് ചെയ്യുന്നത് മാറ്റപ്പെടുന്നതും അത് ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം എവിടെ എത്താതെ അതിന്റെ ഫയലുകളൊക്കെ തിരിച്ചയച്ചെന്നാണ് കേൾക്കുന്നത്. മുഖ്യമന്ത്രി ഉത്തരവിട്ട ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ വേണ്ടിക്കൊണ്ട് ഉത്തരവിട്ട ഫയലുകളൊക്കെ തിരിച്ചയക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്നിട്ടാണ് ഈ SIT-യെ ഏൽപ്പിക്കുന്നത്. ഈ SIT-യുടെ ഒരു ഫണ്ണി ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ SIT ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യപ്പെടുന്നതിന്റെ 2.5 മാസം മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഒരു പ്രസ് മീറ്റിൽ നമ്മളെ കൂടെ ഇരുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് ഒരു പുതിയ അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കുന്നുണ്ട് എന്നും അതിന്റെ ലീഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ അത് മലപ്പുറം SP ശശിധരൻ സാറിന്റെ നേതൃത്വത്തിൽ നടക്കാവ് SHO ആയിരുന്ന ആദ്യത്തെ അന്വേഷണ ടീം അംഗങ്ങൾ തന്നെയാണ് ഇതിലെ അംഗങ്ങളായിട്ടുണ്ടാവുക എന്നുള്ളതും ഈ കേസ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യപ്പെടുന്നതിന്റെ 2.5-3 മാസം മുമ്പ് ഒരു വേദിയിൽ നമ്മൾ കേട്ടതാണ്. അപ്പം നമുക്കറിയാം ഇതിന്റെ പിറകിൽ ഇത് ആരോ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് തന്നെ ഉണ്ടായ ഒരു SIT ആണെന്നും അതിന്റെ നേതൃത്വത്തിൽ ഈ ADGP ആണ് ഇത് ഡയറക്റ്റ് ചെയ്തതെന്ന് പറയുന്ന സമയത്ത്
ഇപ്പോഴുള്ള ഈ വെളിപ്പെടുത്തലുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ആശങ്കയുണ്ട്. ഇത് മമ്മിയുടെ കേസ് തുമ്പുണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള SIT അല്ല എന്നുള്ളത് നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ ശരിക്കും. നിങ്ങൾ കുറച്ച് മാസങ്ങളായി തന്നെ ഇതിന്റെ പുറകിൽ നിൽക്കുകയാണ്. പക്ഷേ വളരെ സ്ട്രേഞ്ച് അല്ലേ കാര്യങ്ങൾ? കാരണം ഒരു സംഘം അന്വേഷിക്കുന്നു, അവരെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാറിപ്പോകുന്നു, അവർ തന്നെ വീണ്ടും വരുന്നു. മലപ്പുറം ജില്ലയിലെ പോലീസ് മേധാവി ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു കേസിന്റെ സൂപ്പർവിഷൻ നടത്തുന്നു. മൊത്തത്തിലൊരു പൊരുത്തക്കേട് തോന്നിയിരുന്നില്ലേ കഴിഞ്ഞ കുറച്ച് നാളായിട്ട്? തീർച്ചയായും നമുക്കതറിയാം. കാരണം ഇത്രയും ഒരു വർഷമായി നമ്മൾ കാത്തിരിക്കുന്നു. ഇതുവരെ ആയിട്ടും പോലീസിന്റെ സൈഡിൽ നിന്ന് ഉപ്പ എവിടെയാണ് അല്ലെങ്കിൽ ഉപ്പയ്ക്ക് എന്ത് പറ്റിയെന്ന് അവർ പറഞ്ഞു തന്നിട്ടില്ല. അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അന്ന് അവർ പറഞ്ഞത് 99% ഉപ്പ ഇല്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അവർക്ക് പറയാൻ അവർക്ക് തെളിവ് എവിടെ എന്നാൽ നമുക്ക് തെളിവ് കാണിച്ചു തരാൻ പറയണം അവരോട്. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടാവും, നമ്മളോട് മനഃപൂർവ്വം നമ്മളോട് പറയാതിരിക്കുകയായിരിക്കും. ഇത്രയും ഉന്നത ഇടപാടുകൾ ഉണ്ടായതുകൊണ്ട് മനഃപൂർവ്വം അവർ മറച്ചു വെച്ചിട്ട് ജസ്റ്റ് ഉപ്പ ഇല്ല എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അടങ്ങി നിൽക്കുമെന്ന് ഒരിക്കലും കരുതണ്ട. കാരണം നമുക്ക് അത്രയും ശക്തമായിട്ട് നമ്മളും ആക്ഷൻ കമ്മിറ്റി, ഉപ്പയുടെ കുറച്ച് സുഹൃത്തുക്കളും എല്ലാവരും ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് എന്തായാലും ഇപ്പം ഈ കേരള പോലീസ് നമുക്കറിയാം, അവരത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് കുറേ കേസുകൾ തെളിയിച്ചത്. നമ്മൾ കണ്ടിട്ടുണ്ട്, ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ഉപ്പയുടെ കേസിന് അവർക്ക് പറ്റിയത്? എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ അവർക്ക് അതിനെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ? നമുക്കറിയില്ല. ഇപ്പം MLA പറയുമ്പോഴാണ് നമ്മൾ കൂടുതലും അതിനെപ്പറ്റി ആലോചിക്കുന്നത്. ഇപ്പം അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു, എന്താണ് അവിടുത്തെ CI നടക്കാവ് CI പറഞ്ഞിരുന്നു, ഗോൾഡൻ ഹവേഴ്സ് മിസ്സായി, അതായത് കേസിന്റെ ഗോൾഡൻ ഹവേഴ്സ് അവർക്ക് മിസ്സായി. അത് അവരുടെ ഫോൾട്ടാണ്, പോലീസ് തന്നെ അംഗീകരിച്ചിട്ടുണ്ട് അവരുടെ ഫോൾട്ടാണെന്ന്. പക്ഷേ അവരെ എന്തുകൊണ്ടാണ് അന്ന് നമ്മളോട് പോലീസ് പറഞ്ഞത് 99% ഉപ്പ ഇല്ല എന്ന് അവർക്ക് പറയാൻ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അപ്പം അവർ പറഞ്ഞു എന്തായാലും ജീവനോടെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലീഡ് അവർക്ക് കിട്ടും. മറിച്ചും അങ്ങനെ തന്നെയല്ലേ, ഉപ്പ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് അവർക്ക് കിട്ടിയാലല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ല എന്നുള്ളത്. അപ്പം നമുക്ക് അറിയണം, നമ്മളെ റൈറ്റാണ്. എൻ്റെ ഉപ്പയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയണം എന്നുള്ളത് എൻ്റെ റൈറ്റാണ്. അപ്പം മാക്സിമം ആരാണോ ഇതിൻ്റെ പിറകിൽ അവർക്ക് എന്തായാലും തക്കതായ ശിക്ഷ കൊടുക്കുകയും വേണം. എൻ്റെ ഉപ്പയ്ക്ക് എന്താ പറ്റിയത് അല്ലെങ്കിൽ ഉപ്പ എവിടെയെന്നുള്ളത് നമുക്ക് അറിയണം. അതിനുവേണ്ടി നമുക്കിപ്പം പോലീസിൻ്റെ കാര്യത്തിൽ ഇത്രയും സംശയങ്ങൾ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ എന്തായാലും കേസ് CBIക്ക് കൊടുക്കാൻ തന്നെയാണ് കുടുംബം ശക്തമായിട്ട് പറയുന്നത്. നമുക്ക് CBIയുടെ അന്വേഷണം വേണം, അതാണ് നമ്മൾ ആവശ്യം. കോടതിയിൽ മൂവ് ചെയ്യും. കോടതിയിൽ മൂവ് ചെയ്യും. അതെ. ഇതിപ്പോ ഒരു അസ്വാഭാവികതയുണ്ടോ? ഈ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളൊക്കെ പലതാണ്. ഇപ്പം MLA പറയുന്നത് പോലും പല ഇടപാടുകൾ ഉണ്ടാവാം, അതിന്റെ പിന്നിലുള്ള ചില കണക്ഷൻസ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണോ? അസ്വാഭാവികത ഉണ്ട്. കുടുംബത്തിന് ആദ്യ സംശയമുണ്ട്, ഉന്നതരുടെ ഇടപെടലുകൾ ഇതിലുണ്ട് എന്നുള്ളത് ആദ്യ സംശയമുണ്ട്. ബഹുമാനപ്പെട്ട മുനീർ MLA നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു കേസാണിത്. മുഖ്യമന്ത്രിയോട് അന്ന് അവതരിപ്പിച്ച് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ഒരു കേസാണിത്. ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ചിലേക്ക് അതിന്റെ ലെറ്റർ എല്ലാ കാര്യങ്ങളും പോയി കഴിഞ്ഞതാണ്, നമ്മളത് അറിഞ്ഞതാണ്. പിന്നെ അത് തിരിച്ചയച്ചു എന്നാണ് അറിയുന്നത്. പുതിയ SIT രൂപീകരിച്ചിട്ട് ആ ഫയലുകൾ തിരിച്ചയച്ചു എന്നറിയുന്നത്. ആ പുതിയ SIT തന്നെ നമ്മൾ ആദ്യം ആരെ വെക്കരുത് എന്ന് പറഞ്ഞ അവരെ വെച്ചിട്ട് തന്നെയാണ് SIT രൂപീകരിച്ചത്. ADGP ആണല്ലോ പോലീസിന്റെ എല്ലാ ഇതും നിയന്ത്രിക്കുന്നത്, എല്ലാ ADGP. അപ്പം അതുകൊണ്ട് നമ്മൾ വെക്കരുതെന്ന് പറഞ്ഞ ആൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇടപെടലുണ്ട് നമുക്കറിയാലോ, ഇടപെടലുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പല്ലേ. അപ്പം അത് കുടുംബം ആദ്യമേ സംശയിക്കുന്നതാണ്. ഇടപെടലുണ്ട്, ഉന്നതരുടെ ഇടപെടലുകളുണ്ട് എന്നുള്ളത് കുടുംബം ആദ്യമേ സംശയിക്കുന്നതാണ്. ADGPയുടെ കാര്യത്തും തിരിഞ്ഞു നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്? ഉണ്ട്, സംശയമുണ്ട്. വേലി തന്നെ വിളവ് നിന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ സാധാരണക്കാരല്ലേ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഞങ്ങളിങ്ങനെ പ്രക്ഷോഭവും ഇതൊക്കെ ആയിട്ട് ഇറങ്ങാന്നുള്ള അല്ലാതെ ഇങ്ങനെ വന്നിട്ട് മാധ്യമങ്ങൾ ഇങ്ങനെ എടുക്കും, റിപ്പോർട്ട് വരും എന്നല്ലാതെ ഒരു അപ്ഡേറ്റും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കോഴിക്കോട് വ്യവസായി മാമിയുടെ കുടുംബാംഗങ്ങളാണ് പ്രതികരിച്ചത്. ഇന്ന് PV അൻവർ MLA ഈ മാമിയുടെ തിരോധാനത്തിൽ ചില ആരോപണങ്ങൾ, സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ADGP MR അജിത് കുമാറിനെതിരെ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. അവസരം കിട്ടാൻ പാർട്ടിയിൽ ചൂഷണത്തിന് നിന്നുകൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെന്ന് കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെൽ ജോൺ ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തൽ തള്ളുകയാണ് കോൺഗ്രസ് നേതൃത്വം. വെളിപ്പെടുത്തലിൽ സിമിക്കെതിരെ മഹിളാ കോൺഗ്രസ് നൽകിയ പരാതി പാർട്ടി പരിശോധിക്കും. ഇതിനായി സമിതിയെ നിയോഗിക്കുമെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. ഞാനത് കേട്ടു. അത് പരിശോധിക്കാൻ ഞാൻ KPCC ഭാരവാഹികളെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് പാർട്ടി ചർച്ച ചെയ്ത് അതിനുള്ള തീരുമാനമെടുക്കും. അതെന്തായാലും വാട്ട് എവർ ഇറ്റ് മേ ബി, എന്ത് അലിഗേഷൻസ് ആണോ അവർ പറഞ്ഞത് അത് വി വിൽ എൻക്വയർ.
by the party committee and then we will take a decision. KPCC ഭാരവാഹികൾ 3-അംഗ സമിതിയെ വെക്കും. അത് എന്തായാലും അത് ഞങ്ങൾ അന്വേഷിക്കും. എന്നോടേക്ക് ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. അത് ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ പരിശോധിച്ചിട്ട് റിപ്പോർട്ടാക്കി തരാം. സിമി റോസ്ബെൽ പറഞ്ഞതിനെ കുറിച്ചിട്ട് മഹിളാ കോൺഗ്രസ് ഞങ്ങൾക്ക് പരാതി തന്നിട്ടുണ്ട്. ആ പരാതിയെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. മനസ്സിലായോ? മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി അവർ പറഞ്ഞ കുറെ കാര്യങ്ങൾക്ക് ഇവർ പരാതി തന്നിട്ടുണ്ട്. മഹിളാ കോൺഗ്രസ് അതാണ് അന്വേഷിക്കുന്നതെന്ന് പറയുന്നത്. മറ്റോ അന്വേഷിക്കാനൊന്നുമില്ല. മറ്റേത് അവരൊരു തെറി വിളിച്ച് പറഞ്ഞ് സംസ്കാരഹീനമായി നേതാക്കന്മാരെയൊക്കെ ഒന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ ഇതൊക്കെ ദൈനംദിനം കാണുന്നവരാ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങളിപ്പോ പറയുന്നത് അവർ പറഞ്ഞതിനെ കുറിച്ച് ഇവർ തന്ന പരാതി, ആ പരാതിയെക്കുറിച്ചാണ് അന്വേഷണം. തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അല്ല, പോകുമ്പോ പലരും പലതും പറഞ്ഞിട്ട് പോകും. അതിലേക്കൊക്കെ ഇപ്പൊ പോകേണ്ട ഒരു കാര്യവും നമുക്കില്ല. അവർ രണ്ടുപേര് പോയത് കൊണ്ടൊന്നും പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. പിന്നെ നമുക്ക് എന്തിനാ ബേജാറ്? പറഞ്ഞോട്ടെ. എന്താ എന്ത് വേണ്ടെങ്കിലും സിമി റോസ്ബെൽ ജോണിന്റെ ആരോപണങ്ങൾ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും. ലഭിക്കേണ്ട എല്ലാ സ്ഥാനമാനങ്ങളും ലഭിച്ച ശേഷമാണ് സിമി ആരോപണങ്ങൾ ഉന്നയിച്ചത്. പാർട്ടിയിലെ സ്ത്രീകളെയാണ് അവർ അപമാനിച്ചത്. സിമി അഭിമുഖത്തിൽ പറഞ്ഞ കാലയളവിൽ പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾ തീരുമാനിച്ചത് താനല്ല എന്നും സതീശൻ പറഞ്ഞു. ഈ ആരോപണം അവർ ഉന്നയിച്ചു. അത് കോൺഗ്രസിലെ സ്ത്രീകളെ ആയിട്ടുള്ള ആയിരക്കണക്കിന് പേര് പല സ്ഥാനങ്ങളിൽ അവർക്ക് മുഴുവൻ അപമാനകരമായൊരു പ്രസ്താവനയാണ് അവർ കൊടുത്തത്. അത് അവരെ ചെയ്യരുതായിരുന്നു. അവർ കോൺഗ്രസിലുള്ള ആളല്ലേ, അവരത് ചെയ്യരുതായിരുന്നു. ആ സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള ശ്രമം നടത്തിയത്. പിന്നെ എന്നെ കുറിച്ച് അവര് പറഞ്ഞത് KV തോമസിനെ MP ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു. ഹൈബി ഈഡനെ MP ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു. TJ വിനോദിനെ MLA ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു എന്ന്. അന്നൊന്നും ഇത് തീരുമാനിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് 3 വർഷം, അപ്പോഴേക്ക് അവര് 6 വർഷം അവർ ഒരുപാട് സ്ഥാനത്തിരുന്നാണ്. അവര് ജില്ലാ കൌൺസിലിൽ മത്സരിച്ചു, കോർപ്പറേഷനിൽ മത്സരിച്ചു, സീറ്റ് കൊടുത്തല്ലേ പാർട്ടി, അസംബ്ലിയിൽ മത്സരിച്ചു. പിന്നെ ഒരു സ്ത്രീയും കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ടിന്റെ ഇടയിൽ PSC മെമ്പർ ആയിട്ടില്ല. PSC മെമ്പറുടെ ശമ്പളം എത്ര നിങ്ങൾക്ക് അറിയോ? പെൻഷൻ എത്ര നിങ്ങൾക്ക് അറിയോ? അത്ര വലിയ സ്ഥാനമാണ് പാർട്ടി അവർക്ക് കൊടുത്തത്. ഈ കഴിഞ്ഞ 5-6 കൊല്ലം അവർ അതിൻ്റെ അകത്ത് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തു വന്നു. പിന്നെ തൃക്കാക്കര സീറ്റ് ചോദിച്ചു. അപ്പൊ ഞാനല്ല തൃക്കാക്കര സീറ്റ് തീരുമാനിച്ചത്. ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ ഇരുന്നിട്ടാണ് ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഏകകണ്ഠമായിട്ടാണ് പാർട്ടി തീരുമാനിച്ചത്. പിന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് KPCC ജനറൽ സെക്രട്ടറി ആക്കണം എന്ന് പറഞ്ഞു. 10 പേരുണ്ടായിരുന്നു. 10 പേര് എറണാകുളത്ത് നിന്ന്. ഞങ്ങൾക്ക് സങ്കടമായിരുന്നു സത്യം പറഞ്ഞാൽ. എന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായ ഉള്ളത് 4 പേര് എറണാകുളം ജില്ലയിൽ നിന്നായി. എന്റെ ജില്ലയിലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ 10 പേരെ ഇവിടെ നിന്ന് വയ്ക്കാൻ പറ്റുമോ? അപ്പൊ അതിനൊക്കെ പരിമിതികളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഈ സ്ഥാനത്തൊന്നും ആകാത്ത ആളാണ്. അവരാണ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട്, മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട്. എന്റെയൊക്കെ ചെറുപ്പം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥാനങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോഴാണ് സ്ഥാനങ്ങൾ ആരാണെന്ന് തീരുമാനിക്കാൻ പറ്റാവുന്ന ഒരു ടീമിൽ ഞാൻ വന്നത്. സിമി റോസ്ബെൽ ജോണിന്റെ വെളിപ്പെടുത്തൽ ശരിവെച്ച് പത്മജ വേണുഗോപാൽ അപമാനിതയായിട്ടാണ് പാർട്ടി വിട്ടത്. കോൺഗ്രസിൽ ഗ്രൂപ്പ് മാത്രമല്ല പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും നിരവധി പേർ ദുരനുഭവങ്ങൾ തന്നോട് പങ്കുവച്ചിട്ടുണ്ടെന്നും പത്മജ വേണുഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. പിന്നെ നല്ലൊരു പ്രവർത്തകയാണ്. നിന്ന് എന്താ പറയണ്ടേ, ഏതിനു വേണമെങ്കിലും KSയും യൂത്തും എല്ലാം കഴിഞ്ഞ് എന്താ പറയാ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അതിനെന്തോ എല്ലാവരും കൂടി അങ്ങ് ഒതുക്കി ആദ്യം തന്നെ. അപ്പൊ ആ കുട്ടിക്ക് സങ്കടം വന്നതിൽ തെറ്റും. ഞാനിതൊന്നും പറയാത്ത ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. പറഞ്ഞില്ലേ, ഞാൻ ഒന്നും ആരുടെയും ഒരു കാര്യം എടുത്ത് പറയാൻ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ പോകുമ്പോ പറയായിരുന്നല്ലോ, ഈ സിമി പറഞ്ഞ ഓരോ വാക്കും ശരിയാണ്. അത് മാത്രമാണ് ഞാൻ ഇതിൽ പറയണത്. അപ്പൊ പിന്നെ ഓരോന്നെടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ പറയില്ല. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നമുക്കൊക്കെ ഞാനിപ്പോ വന്നിട്ട് ഇത്ര കാലമായില്ലേ, എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, എന്റെ അച്ഛന്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നതും. അതുകൊണ്ട് എന്താ പറയണ്ട, അച്ഛന്റെ ശിഷ്യന്മാരായിട്ട് വളർന്നവരാണ് പലരും. ഇങ്ങനത്തെ ഒരു സന്ദർഭങ്ങളിൽ ഞാൻ പോയി പെടാറുമില്ല. അങ്ങനത്തെ ഒരു സമയമാണ് പതിവ്. പക്ഷെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഈ പറഞ്ഞ മാതിരി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതിപ്പോ സിനിമാ മേഖലയിൽ മാത്രമല്ല,
എല്ലാ സ്ഥലത്തും ഇത് നടക്കുന്നുണ്ട്. പലരും പേടിച്ച് പറയില്ല, ചിലവര് പറയും. അപ്പൊ അവരെ സമൂഹത്തിന്റെ മുമ്പിൽ സ്ത്രീകളെ മോശമാക്കി കാണും. പിന്നെ ആരാ പറയാ? തുറന്ന് പറയാൻ ആര് ധൈര്യപ്പെടും? വിവേചനത്തെക്കുറിച്ച് പ്രതികരിച്ചാണ് താൻ നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായതെന്ന് ലതിക സുഭാഷ് പറഞ്ഞു. ഞാൻ പൂർണ്ണമായി സിമിയുടെ റെസ്പോൺസ് ഞാൻ കേട്ടിട്ടില്ല. എങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞതിൽ നിന്നും മറ്റ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും ഞാൻ അറിയുന്നു, സിമിക്ക് അങ്ങനെ ശക്തമായ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ കോൺഗ്രസിൽ സ്ത്രീകൾക്കുള്ള അവഗണനയെക്കുറിച്ച് അപ്പോൾ പാർട്ടി വേദികളിലും ഏതാണ്ട് 16 വയസ്സ് മുതൽ ദീർഘകാലം കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ അപ്പോഴപ്പോൾ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട KPCC സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെ ഞാൻ 10-16 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പാർട്ടി പദവികളിൽ ഉണ്ടായിരുന്ന ആളാണ്. സ്ത്രീകളെ അവഗണിക്കുന്ന വിഷയം വരുമ്പോൾ ശ്രീമതി സോണിയാഗാന്ധിക്ക് ഉൾപ്പെടെ കത്തുകൾ എഴുതുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ണിലെ കരടായിരുന്നു. അകത്ത് വാദിച്ചിട്ട് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ പുറത്ത് പ്രതികരിക്കുമെന്ന് അന്നത്തേക്ക് PCC അധ്യക്ഷനോടും മുതിർന്ന നേതാവ് ശ്രീ AK ആന്റണിയോടും പറഞ്ഞിട്ടും ഫലമുണ്ടാകാത്തത് കൊണ്ടാണ് ഞാൻ വാക്ക് പാലിച്ചത്. മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷന്മാർക്ക് കാലാകാലങ്ങളിൽ കൊടുക്കുന്ന സീറ്റ്, KSU പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ്. അപ്പൊ എന്റെ മക്കളാകാൻ പ്രായമുള്ള ആ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ, ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് സീറ്റില്ല എന്ന് പറയുമ്പോൾ എന്റെ പിന്നാലെ വരുന്നവർക്ക് ഞാൻ എന്ത് മറുപടി കൊടുക്കും? പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്നെ അറ്റാക്ക് ചെയ്ത് എന്നെ ഒരു സ്ഥാനമോഹിയായി ചിത്രീകരിച്ച് എന്താണ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ഇത് ചെയ്തതെന്ന് ശ്രീ VM സുധീരനൊഴികെ ശ്രീ MM ഹസൻ അപ്പോൾ ഉണ്ടായിരുന്നു. ഒരു നേതാവും എന്നോട് ചോദിച്ചു പോലുമില്ല. സിമി റോസ്ബെൽ ജോൺ ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തൽ ഗൌരവമുള്ളതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. മറ്റു മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കണമെന്നും MA ബേബി ആവശ്യപ്പെട്ടു. ഞാനത് ശ്രദ്ധിച്ചു, പക്ഷെ അത് ശ്രദ്ധിക്കാതെ നിങ്ങളാണ്. മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ഗൗരവമായിട്ടൊരു ചർച്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുക. ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നായിരുന്നു TP രാമകൃഷ്ണന്റെ വാക്കുകൾ. ചർച്ച ചെയ്ത ശേഷം പ്രതികരിക്കാമെന്നും നിയുക്ത LDF കൺവീനർ കൊച്ചിയിൽ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു വിവാദത്തിലേക്ക് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോ മുന്നണി കൺവീനർ ആയിട്ടുള്ള ഒരു ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ സ്ഥിതിഗതികളെല്ലാം മുന്നണിയിലുള്ള പാർട്ടികളുമായിട്ട് ആലോചിച്ച് നിലപാടെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇതുവരെ തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് ചെന്ന് മുന്നണി പാർട്ടികളൊക്കെ ആയിട്ട് പൊതുസ്ഥിതികളെല്ലാം ആലോചിച്ച് നിലപാടുകൾ എന്തെങ്കിലും രാഷ്ട്രീയമായി സ്വീകരിക്കേണ്ടത്. ഇനിയിപ്പം വ്യക്തിപരമായി കാര്യങ്ങൾ സാധാരണ പറയുന്നത് പോലെ ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ മുന്നണി കൺവീനർ ആയതുകൊണ്ട് മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും നിലപാട് സംരക്ഷിക്കാനും ഉയർത്തിപ്പിടിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. CPMന്റെ രാഷ്ട്രീയമായ തീരുമാനവും സംഘടനാപരമായ തീരുമാനവും നടപ്പിലാക്കാനും ഞാൻ ബാധ്യസ്ഥമാണ്. ഇത് രണ്ടും കൂടിയും പരസ്പരം സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് മറ്റ് വിഷയങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഒരിടവേള കൂടി. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയ CPM നടപടിയിൽ കരുതലോടെ നീങ്ങാൻ EP ജയരാജൻ. പദവികൾ ഇല്ലാതായതോടെ സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കാനാണ് ആലോചന. നീണ്ട അവധിയെടുക്കാൻ നേതൃത്വത്തിന് അപേക്ഷ നൽകാനും സാധ്യതയുണ്ട്. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച അറിയിക്കാതിരുന്നതും വോട്ടെടുപ്പ് ദിനത്തിൽ വെളിപ്പെടുത്തിയതും വീഴ്ചയാണ് എന്ന നിലപാടിലാണ് നേതൃത്വം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട EP ജയരാജൻ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമോ, അതല്ല കൂടുതൽ തുറന്ന പറച്ചിലുമായി EP രംഗത്ത് വരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനമുണ്ടാകുന്നു. അവിടെ തന്നെ EP ക്ഷുഭിതനാവുന്നു. തുടർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാതെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് മടങ്ങുകയും ചെയ്തു. ഇത് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹം കൂടി പങ്കെടുക്കേണ്ട യോഗമാണ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്ന യോഗമാണ്. അതിൽ പങ്കെടുക്കാതെയാണ് EP മടങ്ങിയത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താൻ മാധ്യമപ്രവർത്തകരെ അത് അറിയിക്കാമെന്ന മറുപടിയാണ് കണ്ണൂരിൽ EPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായിരുന്നാലും കഴിഞ്ഞ കുറേ നാളുകളായി EP ജയരാജൻ പാർട്ടി നേതൃത്വവുമായി അത്ര രസത്തിലായിരുന്നില്ല. പ്രത്യേകിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് EPയുടെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. അവിടേക്കാണ് താരതമ്യേന ജൂനിയറായ MV ഗോവിന്ദൻ എത്തുന്നത്.
തുടർച്ചയായി ഇ പി ജയരാജൻ LDF യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. കൺവീനർ സ്ഥാനത്ത് ഉള്ള ഇ പി അതിൽ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന വിലയിരുത്തൽ കൂടി ഉണ്ടായി. മന്ത്രിസഭയിൽ നിന്ന്, ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം, ആ സാഹചര്യത്തെക്കുറിച്ചും ഇ പിക്ക് പലപ്പോഴും അദ്ദേഹത്തിന് അതിൽ പ്രയാസമുണ്ടായിരുന്നു. ആ നീരസം അദ്ദേഹത്തിന്റെ വാക്കുകളിലായി പലപ്പോഴായി പുറത്തു വരികയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും മുഖ്യമന്ത്രി കൈവിടുന്നു എന്ന ഒരു തോന്നൽ. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് ദിവസം, പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ അന്നാണ് വാർത്താസമ്മേളനം വിളിച്ച് പ്രകാശ് ജാവദേക്കറുമായി നേരത്തെ കൂടിക്കാഴ്ച നടന്നതിനെക്കുറിച്ച് ഇ പി പറഞ്ഞത്. പാപിക്കൊപ്പം ശിവൻ ചേർന്നാൽ ശിവനും പാപിയാകും എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇതേക്കുറിച്ചുള്ള പ്രതികരണം. പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പിക്കെതിരെ കടുത്ത നടപടി എന്ന നിലയിലേക്ക് തീരുമാനം പോയില്ലെങ്കിൽ കൂടി കേന്ദ്ര കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയാവുകയും നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ വരികയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പിയെ മാറ്റിയത്. ഇനി ഇ പി എന്ത് നിലപാട് സ്വീകരിക്കും, ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം, അതുതന്നെയാണ് ഏവരും കൗതുകത്തോടെ കാത്തിരിക്കുന്നതും. വിപിൻ മുരളിക്കൊപ്പം BV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഒരിടവേള കൂടി. വാർത്തകളിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കുന്നതിനിടെ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ച് മമ്മൂട്ടി. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നും അങ്ങനെയൊരു ഗ്രൂപ്പിന് നിലനിൽക്കാൻ കഴിയുന്ന രംഗമല്ല മലയാള സിനിമയെന്നും മമ്മൂട്ടി വിശദീകരിച്ചു. വെളിപ്പെടുത്തലുകളിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുകയും അതിൽ ശിക്ഷാവിധി കോടതി തീരുമാനിക്കുകയും ചെയ്യട്ടെ. റിപ്പോർട്ടിലെ പ്രായോഗികമായിട്ടുള്ള ശുപാർശകൾ നടപ്പാക്കണമെന്നും മമ്മൂട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. അതിനിടെ ലൈംഗിക പീഡന കേസിൽ പ്രതികരണവുമായി ജയസൂര്യ രംഗത്തെത്തി. തനിക്ക് നേരെ ഉയരുന്നത് വ്യാജ ആരോപണങ്ങളാണെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ജയസൂര്യ അറിയിച്ചു. ഹേമ കമ്മിറ്റി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കാരണമായത് ഒരു നടിയുടെ പോരാട്ടമാണെന്നും പോരാടിയ നടിക്ക് സല്യൂട്ട് എന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. നടിയുടെയും WCCയുടെയും ഇടപെടലാണ് പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ചതെന്നും MA ബേബി പറഞ്ഞു. അവിടുത്തെ പണിയെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും സംഘടന ഉണ്ടാവണം. ചിലപ്പോൾ കാറ്റഗറി സംഘടനകൾ ഉണ്ടാകേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ കേരളത്തിൽ ചലച്ചിത്ര രംഗത്ത് നടക്കുന്ന അനീതികളെയും ചൂഷണങ്ങളെയും കുറിച്ച് വ്യാപകമായ ഈ ചർച്ചകൾ നടക്കുന്നതിന് ഏറ്റവും വലിയ സംഭാവന നൽകിയത് ഒന്ന് ധീരയായിട്ടുള്ള ഒരു ചലച്ചിത്ര നടി. ഇവിടെ ആണെന്ന് തോന്നുന്നു, എറണാകുളത്ത് വെച്ചാണെന്ന് തോന്നുന്നു. ആ കുട്ടി പേരെല്ലാം പറഞ്ഞതുകൊണ്ട് അത് മറച്ചു വെക്കേണ്ട. ഈ അതിജീവിതയുടെ പേര് പറയാൻ പാടില്ല എന്നുള്ളതൊന്നും പിന്നെ ഇവിടെ പ്രസക്തമല്ല. കാര്യം ആ സഹോദരി തന്നെ ധൈര്യപൂർവ്വം വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു, ഞാനിതെല്ലാം അനുഭവിച്ചിരിക്കുന്നു, ഇതിന് പരിഹാരം ഉണ്ടാവണം. മുകേഷ് രാജിവെക്കില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇത് മുന്നണിയുടെ തീരുമാനമാണ്. മുകേഷിന് പാർട്ടി സംരക്ഷണം നൽകുന്നില്ല എന്നും ആരോപണത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നും TP രാമകൃഷ്ണൻ. മുകേഷിന് രാജി ആവശ്യപ്പെട്ടുള്ള UDF പ്രതിഷേധങ്ങളെ തോമസ് ഐസക് വിമർശിച്ചു. സമാന കേസുകളുള്ള UDF MLA-മാർ എപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണെന്നും നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും തോമസ് ഐസക് പ്രതികരിച്ചു. രാഷ്ട്രീയ മേഖലയിലുള്ള പുരുഷാധിപത്യം CPM-ൽ രാഷ്ട്രീയ മേഖലയിലുണ്ട് പുരുഷാധിപത്യം, ഒരു സംശയമില്ല. രാഷ്ട്രീയ മേഖലയിലുള്ള പുരുഷാധിപത്യം CPM-ലുമുണ്ടെന്ന് MA ബേബി. ആൺ ആധിപത്യ സമൂഹം മാറണം. കുറ്റം ചെയ്യുന്നവരോട് ഒരു ദാക്ഷിണ്യവും കാണിക്കുന്ന സർക്കാരല്ല LDF സർക്കാരെന്നും മുകേഷ് വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണെന്നും MA ബേബി പ്രതികരിച്ചു. സ്വർണ്ണ വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6695, പവന് 53,560. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5545, പവന് 44,360. വെള്ളി ഗ്രാമിന് 92 രൂപ, കിലോയ്ക്ക് 92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6-ൽ ഭവ്യത്.